ഓ ഞാൻ ഇന്നലെ എത്ര സമയം കാത്തുനിന്ന് എന്നിട്ടെന്ത് വരാൻ? ഇന്നലെയോ? ഇന്നലെയോ? പറഞ്ഞത് കൊറേ ഫോൺ ഞാൻ വിളിക്കുന്നുണ്ട്. ആരാണ്ടോ നോക്കില്ല. എത്താനല്ലേ ഏറ്റവും കുറേ സമയം നിന്നിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്കുന്നത് പോയി. അല്ല പോകാണ്ട് പിന്നെ നിക്കാൻ പറ്റും തന്നെ. ഇല്ല പെട്ടുപോയിട്ടാണ്. ചില സൈറ്റിൽ പോയി പെട്ടുപോകും. ചില സൈറ്റിൽ പോയി പെട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ വെച്ച് പുതിയ ആരെയും കിട്ടിയിട്ട് നാട്ടിലില്ല എന്നല്ല ഞാൻ അറിഞ്ഞിനെ. നാട്ടില്ല ഇവിടെ എവിടെയോ പോയിട്ടുള്ളെന്നല്ല അറിഞ്ഞു. ഇന്നലെ തന്നെ അറിഞ്ഞു. കുട്ടുണ്ട് പുതിയ പുതിയ ബന്ധങ്ങളെല്ലാം കിട്ടിയാലും പഴയ ബന്ധങ്ങളെല്ലാം മറന്നു. അങ്ങനെ ബന്ധം നടക്കില്ല. പിന്നെ എവിടെ പോയി? എവിടെ ഇല്ലാന്നല്ല ഞാൻ അറിഞ്ഞിന്. വണ്ടിയൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ജോലി വാരം അയ്യോ ആരുണ്ടായിട്ടില്ല. എന്തെങ്കിലും പറയില്ല. അങ്ങനെ കണ്ടിന് എല്ലാം പറയാം. വിശേഷം നിനക്ക് അവസരമുണ്ട്. അവസരം തന്നേരം വന്നിട്ടില്ലല്ലോ. അത് ഞാൻ പ്രശ്നമില്ല. എന്തെങ്കിലും ബ്ലോക്ക് ആവും. എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട്. അതങ്ങനെയാണ് കാണുന്നത്. എല്ലാ ദിവസവും റൂട്ട് ക്ലിയർ അറിയാമോ? മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്താൻ പറ്റില്ലേ? കൊറേ കൂടിയിട്ട് ഞാൻ വീട്ടിൽ അടിച്ചു വിളിക്കാൻ ചൊല്ലിട്ട് വന്നത്. ഇനിയിപ്പൊന്നുമില്ല. കുറച്ചായിട്ട് അതുകൊണ്ടൊന്നല്ല. ഫോൺ എടുക്കാതെ ദേഷ്യം അങ്ങോട്ടൊക്കെ തിരിച്ചെടുക്കാതെ. അല്ല ഞാൻ എത്ര സമയം വെയിറ്റ് ചെയ്ത് ഞാൻ വിഷയം ഇപ്പം വരും. നമുക്കെന്നാ പോയിട്ട് അടിച്ചു വിളിക്കാം. പല മനസ്സിൽ പല കണക്കുകൂട്ടലെല്ലാം വിചാരിച്ചിട്ട് വന്ന് നിന്നിട്ട് ഞാനൊരു 4 മണി ആ ടൈം ആകുമ്പോഴത്തേക്ക് എത്തിന്. ഞാൻ ഒരു മണിക്കൂർ മേലെ അവിടെ ബോസിന്റെ ഡ്രൈവ് ചെയ്യുമ്പോ ഞാൻ ചെന്നായി പിടിക്കൂല. ചെന്നായിട്ട് അവതേക്ക് ചൊറയോ അനങ്ങാതെ. ബോസാണോ പെണ്ണോ? ബോസ് കാണാം. ഇവിടെ ഒരാളറിഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ട് കൂടെ അരുമയാളല്ലേ പറഞ്ഞത്. പിന്നെ നിന്നെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞു. മണ്ണെ പിന്തിരിപ്പിക്കാനല്ല. പിന്നില്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആളാ. ഞാനെങ്ങനെ അറിയണം? പറഞ്ഞു അവരെ നടിച്ചു വിളിക്കാൻ പോയി. ആണോ നിങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇടയിൽ നോക്കി മൈസൂരിൽ പോയി. മൈസൂരിൽ നീ എന്തായാലും അടിച്ചോളൂ. പിന്നെ പുതിയ അടിച്ചോളി ആവില്ല. അയ്യോ അങ്ങനത്തെ ആക്കില്ല. അങ്ങനത്തെ ആണെങ്കിൽ ഉണ്ടാവും. അങ്ങനെ ടൈപ്പല്ല. അവനോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് മോള് മഞ്ഞ കൊള്ളണ്ട, വേഗം വീട്ടിലേക്ക് തന്നെ വിട്ടോ. വേറെ കമ്പനി കിട്ടി ഓൻ സ്ഥലം വിട്ട് പറഞ്ഞു. അതെന്തിനും അറിയുന്നു. നമ്മളെല്ലാരും പാചകമാക്കിയതുണ്ട്. ഞാനറിയില്ല. എന്നോട് പറഞ്ഞു. ഞാൻ തരുന്നില്ല. നാട്ടുകാരോ പറഞ്ഞില്ലേ കുട്ടി ഇന്നെ നോക്കിയോ? ഇല്ലില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റൂല. ഇല്ല ഇല്ല. നാളെ നോക്കാം. നാളെ പറ്റും. ഇന്നൊരു ഫ്രീ ആയി. 1 വർഷമുണ്ട്. എവിടെയും പോവാം. ഇന്ന് പറഞ്ഞ ലേറ്റ് ആവില്ലേ? പറ്റത്തില്ല. ഹലോ കുറച്ച് റെസ്റ്റിലാണ്. വരാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിഞ്ഞു. പിന്നെ റെസ്റ്റിലെടുത്തിട്ട് നമുക്ക് നേരത്തെ പോവാൻ. എപ്പോ നമുക്ക് അടിച്ച് പൊളിച്ച് പറിച്ച് തേച്ച് മറച്ചിട്ടിട്ട്
ഓക്കെ നമ്മളാ പിന്നാണ്ട് അപ്പൊ ഇല്ലാത്ത കൂടി തന്നെ ആ എനിക്ക് ഇന്ന് 2 ദിവസത്തേക്ക് ഇവിടെ തന്നെ എവിടെ പോക്കാവല്ലേ ഇന്ന് 2 ദിവസത്തേക്ക് അവര് നിനക്കുണ്ടാകെ മുറി വേറെ പോയിട്ട് അതായത് വരേണ്ട പറയുന്നുണ്ടാവോ അയ്യടാ പെണ്ണുങ്ങളാവും എന്റെ മേലേക്ക് കുറ്റം ആരോപിക്കണ്ട മോനെ പെണ്ണുങ്ങളാണെങ്കിൽ ആള് എന്റെ മേലേക്ക് ഇടല്ല ആയിട്ട് പോകും ആവട്ടെ നടക്കട്ടെ കുഴപ്പമില്ലേ ഇല്ല അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു എന്താ പറയാ ഇനിയിപ്പം വിടും ഞാൻ പിറ്റേന്ന് ഫിക്സ് ആക്കാം ഒന്നാമത് നമുക്ക് പഠിക്കുന്ന വീട്ടിൽ ഇവിടെയുള്ള നിൽക്കാനൊന്നും നടക്കില്ല നമ്മളെ ദൂരെ ഉണ്ടാവുക എല്ലാം വിട്ടൊക്കെ ഉണ്ടാവുക നമ്മൾക്ക് സൈഡിൽ കട്ട് ചെയ്യാം അങ്ങനെ ഉണ്ട് മനസ്സിലായോ വേറെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കില്ല ഇനിയിപ്പം വയ്യോ നാളെ ഇന്നമായിട്ട് വിളി ഉണ്ടാവുന്നുണ്ട് വിളിച്ച ശേഷം ഒന്നും നടക്കൂലാണ്ടാവുന്നു ഇല്ല കുറച്ച് ദിവസത്തേക്ക് ഇല്ല വേറെ പിന്നെ കാര്യമായിട്ടാണ് ഒന്നുമില്ല എന്നാലും എവിടെയെങ്കിലും പോക്കന്നെ വെറുതെ പുറത്തിറങ്ങ ഇന്ന് ഏതായാലും ഇല്ല ഇന്നും നാളെയും ഇല്ല അതാ കാരണം ദേശായി 2 ദിവസം ദേശായി വെറുതെ പോയിക്കൂടെ വെറുതെ പോയാണല്ലേ അങ്ങനെ വെറുതെ കോണ്ടാക്ട് ആവശ്യത്തിനാവൂ അത് കൊള്ളാം അധികം കൊള്ളണ്ട അപ്പൊ ദേഷ്യമായി അത്തന്നെ പറയുന്നത് ഞാൻ ഇന്നലെ 1 മണിക്കൂറിൽ മേലവിടെ കാത്തു നിന്ന് എന്നാ പറയണ്ടേ കാത്തു നിക്കണം ഒരു ദിവസം ഞാൻ കൺഫേം പറഞ്ഞല്ലോ ഒരു ദിവസം അങ്ങനെ നിക്കണം വരണ്ടേക്ക് അല്ല അങ്ങനല്ല കൺഫേം ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാ ടീച്ചറെ വിളിച്ചിട്ടാണ് അപ്പ ഒരു ഫോണേ ഉള്ളൂ 1 പ്രാവശ്യം കഴിഞ്ഞ് മറ്റേ ഫോൺ വിളിച്ചത് എമർജൻസി ഞാൻ വേറെ ഫോൺ വൈബ്രേഷൻ നമുക്കത് ക്ലോസ് ചെയ്യാം അത് മതി അതിന് തന്നെ പറയണ്ട അല്ല പറയാം അത് കഴിഞ്ഞില്ലേ എങ്കിൽ പിന്നെ അതന്നെ പറഞ്ഞോണ്ട് പറ്റുന്ന വേണ്ടത് പിന്നെ വേറെ നാളത്തെ നാളത്തെ കാര്യം പറയാൻ മതി അല്ല 1 മിനിറ്റ് 1 മിനിറ്റ് ഞാൻ പറയാം പിന്നെ നാളെ ഞാൻ പറഞ്ഞില്ല നാളെ ഇല്ലാന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞില്ല നമുക്ക് നാളെ ചെറിയ വേറെ പരിപാടി ഉണ്ട് ചെറിയ പ്രോഗ്രാം ഉണ്ട് അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് എന്താ കേസ് പറയണോ മുൻകൂട്ടി പറയണം ഇല്ല നാളെ ഇല്ലാന്ന് പറഞ്ഞില്ല നമുക്ക് മറ്റന്നാളോ അല്ല നാളെ ഞാൻ എപ്പോഴായാലും പിന്നെ അവിടെ ഞാൻ വിചാരിച്ചിരിക്കും ഇപ്പം പിന്നെ വേഗം വരും നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് പോകാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ നിന്നത് പിന്നെ അടുത്ത് പല മനസ്സിൽ കണക്ക് കൂട്ടിട്ട് അങ്ങനെ നിന്നത് ഷോപ്പിംഗ് ഞാൻ എന്തെങ്കിലും തരണില്ലേ ഇല്ല ഞാനവിടെ നിന്ന് ഇപ്പം വരുമായിരിക്കും മനസ്സിൽ കണക്കൂട്ടിയാണ് ഓരോന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് നിന്നത് എനിക്ക് പ്ലാൻ ചെയ്തൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ